Hi guys, this is your cinematic Mallu. So Talavan, directed by Jis Joy, സ്ക്രിപ്റ്റിംഗ് രണ്ടുപേരാണ്, ആനന്ദ് തേവർക്കാട്, ശരത് പെരുമ്പാവൂർ. എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പൊളി, എനിക്കിഷ്ടപ്പെട്ടു. അതായത് ജിസ് ജോയ് ഹാസ് ബ്രേക്കൺ ഔട്ട് ഓഫ് ദി സർക്കിൾ ഓഫ് ഫീൽ ഗുഡ്. ആൾ തെളിയിച്ചു ആളെ കൊണ്ട് ത്രില്ലേഴ്സും വഴങ്ങുമെന്നുള്ളത്. ലൈക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം ഇന്നലെ വരെ എന്നെ ഒരു രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ജിസ് ജോയുടെ ആദ്യത്തെ ഒരു ത്രില്ലർ അറ്റംപ്റ്റ്. പക്ഷേ ഇത് പൊളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ആൾ തെളിയിച്ചു. അത് ഒരു രീതിയിൽ അത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഇതാണ്. സ്ക്രിപ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത്രയും ലൈക്ക് ക്ലൈമാക്സ് വരെ ഒരു രീതിയിലും നമുക്ക് പിടുത്തം തരാത്തൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. പ്രിഡിക്ഷൻസിന് എന്ന് പറയുമ്പോൾ ഇതിൽ സാധ്യതയില്ല. അത്രയും ഫാസ്റ്റ് പേസിലാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും പോകണം. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ സൂരജ് എസ്, സിനിമാറ്റോഗ്രാഫി ശരൺ വേലായുധൻ ഒക്കെയാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, അത്രയും ഫാസ്റ്റ് പേസിലാണ്. ക്ലൈമാക്സ് വരെ എന്താ പറയുക, പ്രിഡിക്ഷൻസിന് ഒരു രീതിയിലും സാധ്യതയില്ലാത്തൊരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. അങ്ങനെ എൻ്റെ ബിജു മേനോൻ, ആസിഫ് അലി, മിയ ജോർജ്, അനുശ്രീ, ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, ബിലാസ് ചന്ദ്രഹാസൻ, ഇവരൊക്കെയാണ്, കോട്ടയം നസീറൊക്കെയാണ് ലീഡ് റോൾസ് പ്ലേ ചെയ്തേക്കുന്ന റോളുകൾ. എൻ്റെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ എന്താ പറയുക, ബിജു മേനോൻ ആസിഫ് അലി കോംബോ അത് അത്രയും പൊളിയായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു സീനിൽ പോലും നമുക്ക് ഇവരെ കൊണ്ട് ഈ പോലീസ് സംഭവം പറ്റുമോ എന്നുള്ളൊരു ഫീലിംഗ് വരാനില്ല, അല്ലെങ്കിൽ അതെവിടെയും ഡ്രോപ്പ് ആവുന്നില്ല. അത്രയും പൊളിയായിട്ട് ആ കെമിസ്ട്രി ഇതിനകത്ത് വർക്കൗട്ടായിട്ടുണ്ട്. നമ്മൾ അനുരാഗ കരിക്കുമ്പള്ളത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒപ്പം കുറച്ച് അയ്യപ്പൻ കോശി ഈഗോ ഫ്ലേവറും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് പൊളിയാണ്. ഇതിൽ അയ്യപ്പൻ കോശി ആ ഈഗോ സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് പക്ഷേ ടു എ മിനിമം ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതൊക്കെ മുകളിലാണ് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഇതിൻ്റെ ഒരു കഥ എന്നൊക്കെ പറയുന്നത്. വെറും ഒരു ഈഗോ അല്ല, ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള വെറും ഒരു ഈഗോ അല്ല ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഇത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പം ദിലീഷ് പോത്തൻ ഒരു നെറേറ്റ് ചെയ്യുന്നൊരു രീതിയാണ്. അതായത് ഈ കഥ ദിലീഷ് പോത്തൻ നെറേറ്റ് ചെയ്യുന്നൊരു രീതിയാണ്. അത് അത്രയും രസമായിട്ട് ആൾ ദിലീഷ് പോത്തൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സായാലും കോട്ടയം നസീർ ആളുടെ ക്യാരക്ടറൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോറി ടെല്ലിങ്ങും പൊളിയാണ്. ഈ അനുശ്രീയുടെ ക്യാരക്ടറിന് സംഭവിക്കുന്ന കാര്യങ്ങളെ ചുറ്റിപ്പറ്റി അത് ചുരുളഴിയുന്നതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പ്രിഡിക്ഷൻസിനൊന്നും ഇതിലൊരു സാധ്യതയില്ല. പിന്നെ മ്യൂസിക് ദീപക് ദേവ് പൊളി. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ആ ട്രാക്ക് എന്താ പറയുക, ഇരുതലവന്മാർ പൊളിയാണ്. അത് മ്യൂസിക് എന്ന് പറയുന്നത് ആ ഒരു ഫീൽ ഓഫ് ദ സിനിമ നെറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്. അത് എന്താ പറയുക, ആ പണി ഇതിൻ്റെ മ്യൂസിക് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ മൂവി മ്യൂസിക്കിന് ആ ഒരു ഫീലിംഗ്, ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ജാഫർ ഇടുക്കിയുടെ പെർഫോമൻസ് എനിക്കത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആർട്ട് ഫോം എന്ന് സിനിമേനെ വിളിക്കുന്നത് പ്രേക്ഷകൻ അതിൽ നിന്ന് അവൻ്റേതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഈ ക്രൈം ത്രില്ലേഴ്സിൽ നമുക്ക് പ്രേക്ഷകർക്ക് പ്രിഡിക്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ക്രൈം ത്രില്ലറിൽ പ്രേക്ഷകൻ്റെ പ്രിഡിക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ എനിക്ക് തോന്നിയത്. അതൊരു നോവലിസ്റ്റായിട്ടാണ് ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ ഇതിനകത്ത് വരണേ. നൈസായിട്ടുണ്ട്, ആളെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിലാസ് ചന്ദ്രഹാസൻ ക്ലൈമാക്സിൽ ആണ് ആളുടെ പെർഫോമൻസ് ഇരിക്കണേ. ക്ലൈമാക്സ് പൊളിയാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ് ക്ലൈമാക്സ്. അതിൽ ബിലാസ് ചന്ദ്രഹാസൻ പുള്ളിക്കാരൻ ഈ ആളുടെ എന്താ പറയുക, ഈ ഒരു വെഞ്ചൻസും ഇമോഷൻസും ഒക്കെ ക്യാരി ചെയ്തേക്കുന്നത് പൊളിയാണ്. പൊളിച്ചിട്ടുണ്ട് ആളുടെ എന്താ പറയുക ക്ലൈമാക്സിൽ ആ പെർഫോമൻസ്. അങ്ങനെ ഇതിൽ എല്ലാവരും ഇപ്പം എന്താ പറയുക, ആസിഫ് അലി ആയാലും അല്ലെങ്കിൽ ബിജു മേനോനായാലും ആ ഒരു പോലീസ് ക്യാരക്ടറിൻ്റെ ഒരു റോനെസ് എന്ന് പറയുന്നതുണ്ട്. നമ്മളിപ്പം അനുരാഗ കരിക്കുമ്പള്ളത്തിൽ കണ്ടൊരു പോലീസ് ക്യാരക്ടർ സ്റ്റോറി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ക്യാരക്ടറാണ് ഇതിനകത്തെന്ന് പറയുന്നത്. പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ സോ ഓൾ ഇൻ ഓൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക, വിത്തൗട്ട് നോ ഡൗട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം 2024 വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസസ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തലവൻ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ദിസ് ഈസ് യുവർ സിനിമാറ്റിക് മല്ലു സൈനിങ് ഓഫ്.